ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കായ വെച്ചിട്ട് ഒരു തോരനാണ്. പച്ചക്കായ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി, തൊലിയൊക്കെ ചെറുതായി കളഞ്ഞ് ചെറിയ പീസസ് ആക്കി ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കായ എല്ലാം എടുത്ത് നമ്മളിതാ ഇങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ട് അരിഞ്ഞെടുത്തു. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി ഇതിനാവശ്യമുള്ള സവാളയോ അല്ലെങ്കിൽ ചെറിയുള്ളി ഏതാന്ന് വെച്ചാൽ എടുക്കാം. അതും പിന്നെ കുറച്ച് ചുവന്ന മുളക്, ഉണക്കമുളകും കൂടി ഇട്ടിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചതച്ചത് ചേർത്താൽ കുറച്ചും കൂടിയും ടേസ്റ്റ് കിട്ടും. അപ്പോൾ ചെറിയുള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അങ്ങനെ അത് എടുക്കാം. ഞാനിവിടെ സവാളയുടെ ഒരു പകുതിയാണ് എടുത്തത്. അപ്പോൾ സവാള ചതച്ചത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ആവശ്യമുള്ളത് കുറച്ച് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ചിരവിയതെടുക്കാം. എൻ്റെ കയ്യിൽ ഇങ്ങനെ പീസായതായിരുന്നു. അപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി, അതുപോലെ ഒരു ഇഞ്ചിയുടെ പീസ്, കറിവേപ്പില, ഇത്രയും ഇട്ടിട്ട് ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. തേങ്ങ ചിരവിയതാണെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പീസസ് ആക്കിയിട്ട് എടുക്കാം. എങ്ങനെയാണെങ്കിലും എന്താ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ തോരൻ വെക്കാനുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് പൊട്ടിയതിന് ശേഷം നമ്മുടെ ഉള്ളിയും ചുവന്ന മുളകും കൂടി ചതച്ചത് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റണത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സവാള വഴറ്റാനായിട്ട് ഞാൻ കുറച്ച് പൊടിയുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴറ്റാൻ പറ്റുമല്ലോ, അതുകൊണ്ട്. ഈ സവാളയോ ചെറിയുള്ളി ഏതാണെങ്കിലും എണ്ണയിൽ കിടന്ന് നന്നായി വഴറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് ഉപ്പേരി വയ്ക്കുമ്പോഴും തോരനോ ഏതാണെങ്കിലും നമ്മൾ കറിക്കൊക്കെ എടുക്കുകയാണെങ്കിൽ നന്നായി വഴറ്റി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. മുളക് പൊടിയൊന്നും കരിയാതെ നോക്കണം. അപ്പോൾ നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ആ പച്ചമണമൊക്കെ മാറിപ്പോകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണം കായയാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം വഴറ്റിക്കഴിഞ്ഞു. അതിൽ മുളക് പൊടി ഇട്ടത് അതെല്ലാം ചൂടായി വന്നു, നന്നായിട്ട് വഴറ്റി. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കണം കായ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ട് കായ അരിയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റിലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഇനി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തു. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം മുളകെല്ലാം പിടിക്കാനായിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ അങ്ങനെ ആവിയിലിരുന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഞാനിങ്ങനെ കായ തോരനൊന്നും വെക്കാറില്ലായിരുന്നു, പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയും ട്രൈ ചെയ്യാറുണ്ട്. നമ്മൾ വെറുതെ ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കാറ്, തേങ്ങയൊന്നും ചേർക്കാറില്ല. നോർമലി വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ ഇത് നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും ഒരേ മോഡൽ കുക്ക് ചെയ്യാതെ ഇങ്ങനെ മാറ്റിയിട്ടൊക്കെ നമുക്കൊന്ന് കുക്ക് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ കായയെല്ലാം ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങയുടെ ക്രഷ് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ നമ്മൾ ഇഞ്ചി ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നല്ലൊരു സ്മെല്ലാണ്. അതെല്ലാം ചതച്ച് വന്നപ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ തേങ്ങ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും പിടിക്കാനായിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായൊക്കെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. തേങ്ങ എല്ലാവിടെയും മിക്സായി എല്ലാത്തിലും പറ്റി പിടിച്ചൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടണം. നമ്മുടെ നാച്ചുറൽ ഐറ്റംസ് ആയതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അല്ലേ. കായൊക്കെ ആണെങ്കിലും നമ്മൾ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റബിളാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് തേങ്ങ വേണമെന്നേ ഉള്ളൂ, അല്ലാതെ ഇതിന് വേറെ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കായത്തോരൻ റെഡി ആയിട്ടുണ്ട്. വെന്തധികമായി പോവുക അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. തേങ്ങയൊക്കെ ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റിലും നല്ല ലുക്കിലും നമുക്ക് തോരൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു, നമ്മുടെ കായത്തോരൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണോ? വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത ഹെൽത്തി ഈസി റെസിപ്പീസായിട്ട് നമുക്കിനി വീണ്ടും കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്, താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.